വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒരു കത്തോലിക്ക ഗ്രന്ഥമുണ്ട്. ക്രിസ്ത്വാനുകരണം എന്ന പേരിൽ ലോകം മുഴുവനും അനേക കോപ്പികൾ പ്രിന്റ് ചെയ്യപ്പെട്ട, ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾക്ക് വായിക്കുവാൻ വേണ്ടി ആ പഴയ കാലത്ത് വിശുദ്ധരായ ആളുകളൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു പുസ്തകം, ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് അഥവാ ക്രിസ്ത്വാനുകരണം. ഈ പുസ്തകം തുടങ്ങുന്നത്, അതിൻ്റെ അധ്യായം ആരംഭിക്കുന്നത് ഈശോ പറഞ്ഞ ഒരു വചനം പറഞ്ഞുകൊണ്ടാണ്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. യോഹന്നാൻ 8:12. ഈ വചനമാണ് ക്രിസ്ത്വാനുകരണം, യേശുവിനെ അനുകരിക്കുക എന്ന് പറയുന്ന ആശയം എടുക്കുവാനായി, അതുകൊണ്ട് ആ ആശയം വിശദീകരിക്കുന്ന ഒരു പുസ്തകം എഴുതുവാനായി തോമസ് അക്കംബിസ് എന്ന് പറയുന്ന ഗ്രന്ഥകാരനെ, ഒരു താപസനെ പ്രേരിപ്പിച്ചത്. 92 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ മുഴുവൻ വർഷങ്ങളിലും താൻ അനുകരിക്കാൻ ശ്രമിച്ച യേശുവിനെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുവാൻ സാധിക്കുക എന്ന് വ്യക്തമായി പറയുന്നിടത്ത് ആപ്തവാക്യമായി എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവിനെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന വചനം. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുകയാണ്, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രയേലിൻ്റെ മഹിമയുമാണ്. നമ്മളുടെ കർത്താവ് നമുക്കൊരു പ്രകാശമാണ്. പ്രകാശമെന്ന് പറഞ്ഞാൽ ഒരു വെളിപാടിൻ്റെ പ്രകാശമാണ്. ആരാണ് ദൈവം എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന, ദൈവത്തെ നമുക്ക് കാണിച്ചു തരുന്ന, ഒരു പുതിയ കാഴ്ച നമുക്ക് തരുന്ന ഒരു പ്രകാശമാണ്. വീണ്ടും നമ്മൾ വചനത്തിൽ കാണുകയാണ്, ഏശയ്യ പറഞ്ഞത് പുതിയ നിയമത്തിൽ ആവർത്തിക്കുന്ന ഏശയ്യായുടെ 9:1-2 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുകയാണ്, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ ജനതകളിലെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാകും. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശമുദിച്ചു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ വരവ് ബൈബിൾ പറയുന്നത് മനുഷ്യരുടെ അടുക്കലേക്ക് ഒരു പ്രകാശം വരുന്നത് പോലെയാണെന്നാണ്. ഒരു പ്രകാശം വരുന്നത് പോലെ. നമുക്കറിയാം, വലിയ ഒരു മാനസാന്തര കഥ കത്തോലിക്ക തിരുസഭ നൂറ്റാണ്ടുകളായി അവിടുത്തെ യുവതലമുറയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ അമ്മയാകുന്ന സഭ പറഞ്ഞു തരുന്ന ഒരു ദൃഷ്ടാന്തമായി നമുക്ക് കാണിച്ചു തരുന്ന വിശുദ്ധനാണ് വിശുദ്ധ അഗസ്തീനോസ്. വിശുദ്ധ അഗസ്തീനോസ് മാനസാന്തരപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് എടുത്തു വായിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുറന്നു നോക്കിയൊരു ബൈബിൾ വചനമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിലാണ് ആ വാക്യങ്ങൾ കണ്ടത്. അദ്ദേഹം വായിച്ച ബൈബിൾ ഭാഗത്തു നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവൻ. ഈ ഭാഗമാണ്
അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വന്ന് പതിഞ്ഞത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. അതായത് അന്ധകാരമുള്ള സമയത്ത് മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്. അന്ധകാരമുള്ള സമയത്ത് മനുഷ്യർക്ക് അവരുടെ പകൽ ജീവിതത്തിൽ ചെയ്യുന്ന ഊർജ്ജസ്വലതയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ ഉറങ്ങുന്നത്, നമ്മൾ മടി പിടിച്ചിരിക്കുന്നത്, നമ്മൾ എല്ലാ പ്രവൃത്തികളിൽ നിന്നും റിട്ടയർ ആയിട്ട് നമ്മളുടെ വീട്ടിൽ നമുക്ക് എവിടെയാണോ ഒന്ന് തലചായ്ക്കാനുള്ളത് അവിടെ പോയി ഇരിക്കുക എന്നതിനപ്പുറം രാത്രി കാലങ്ങളിൽ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ചില തിന്മ പ്രവർത്തിക്കുന്നവർ മദ്യപിക്കുവാനും അതുപോലുള്ള മറ്റ് പല തിന്മകളിലേക്ക് പോകുവാനും അന്ധകാരത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അന്ധകാരം ഒന്നെങ്കിൽ തിന്മ പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ അലസരായിരിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ്. പ്രിയമുള്ളവരെ, കൃത്യമായി കർത്താവ് നമ്മളോട് പറയുന്നത് ഈ അന്ധകാരത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രകാശമുണ്ടാകണം. നമുക്കറിയാം, നമ്മൾ മൂല പാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളും പഠിക്കുന്ന സമയത്ത് മടി അഥവാ സ്ലോത്ത്, അതിന് വിപരീതമായിട്ട് നമ്മൾ ഉത്സാഹം അഥവാ എന്തൂസ്യാസം എന്ന് പറയുന്ന ഒരു പുണ്യത്തെ പഠിക്കുകയാണ്. നമ്മളോട് സഭാമാതാവ് പറഞ്ഞു തരുന്നൊരു കാര്യം, അന്ധകാരം ഈ ലോകത്തിൽ വ്യാപിച്ചിരിക്കുമ്പോൾ അഥവാ അന്ധകാരത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് മടി. പകലാണ് നമ്മളെ ഊർജ്ജസ്വലമാക്കുന്നത്. അതായത് ഒരാൾ എന്നാണോ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തുടങ്ങുന്നത്, അന്നാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉത്സാഹമുള്ള പ്രവൃത്തികൾ അവൻ ചെയ്തു തുടങ്ങുക. നമ്മളുടെ ജീവിതങ്ങളെ എടുത്തു നോക്കാം. നമുക്കറിയാം, അന്ധകാരത്തിൻ്റെ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരും മാനുഷിക പ്രവർത്തനങ്ങളിൽ ഉത്സാഹമുള്ളവരായി നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ഉത്സാഹം, മാനുഷികമായ ഉത്സാഹം ഒരിക്കലും നമുക്ക് ദൈവിക പ്രകാശത്തിൽ നിന്നുള്ള ഉത്സാഹമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഉത്സാഹമുണ്ട്. ആ ഉത്സാഹത്തിൽ ദൈവികമായ സ്നേഹത്തിൻ്റെ ഉത്സാഹമുണ്ട്. ആ ഉത്സാഹത്തിൽ ദൈവികമായ സാഹോദര്യത്തിൻ്റെ ഉത്സാഹമുണ്ട്. ആ ഉത്സാഹത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഇല്ലാതാകുവാനുമുള്ള ഉത്സാഹമുണ്ട്. കാരണം എന്താണ്? അത് ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നമുക്ക് ലഭിക്കുന്ന ഉത്സാഹമാണ്. യേശു പറയുകയാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. പ്രിയമുള്ളവരെ, കർത്താവിനെ അനുഗമിക്കുവാനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശം കടന്നു വരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഒരാളെ ഏതെങ്കിലും ഒരു അന്ധകാരമുള്ള മുറിയിൽ അയാൾ കഴിയുന്ന കാലം മുഴുവൻ പിടിച്ചിടുകയാണെങ്കിൽ, അതായത് അദ്ദേഹം പ്രകാശമുള്ള ലോകം കണ്ടിട്ട് ചെറുപ്പം മുതലേ അന്ധകാരമുള്ളൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നതെങ്കിൽ അദ്ദേഹം ഒരിക്കലും പ്രകാശമുള്ളൊരു ലോകത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയില്ല. അങ്ങനെയുള്ള ചില സിനിമകൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. കാഴ്ചയില്ലാത്തവരുടെ ലോകത്ത് കാഴ്ചയുള്ളവരുടെ ലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. എന്നാൽ വളരെ കാഴ്ചയുള്ള ആളുകളുടെ ഇടയിൽ ഒരു അന്ധനായ മനുഷ്യൻ താമസിക്കുകയാണെങ്കിൽ ഈ കാണുന്നവരൊക്കെ ഇയാളോട് പറയാറുണ്ട്, നിനക്കില്ലാത്തൊരു കാര്യം ഞങ്ങൾക്കുണ്ട്, അത് കാഴ്ച എന്ന് പറയുന്നൊരു കാര്യമാണെന്ന് പറയുമ്പോൾ ഇയാൾക്ക് അതാദ്യം മനസ്സിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ജന്മനായ അന്ധനായ ഇയാൾ പ്രകാശം എന്തെന്ന് കണ്ടിട്ടില്ല. എന്നാൽ തന്നോട് സംസാരിക്കുന്ന മനുഷ്യർ, തന്നോട് ഇടപഴകുന്ന മനുഷ്യർ സ്വാതന്ത്ര്യത്തോടെ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിയുന്ന ഒരു നിമിഷം വരുമ്പോൾ, സ്വാതന്ത്ര്യം, തനിക്കില്ലാത്ത സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്നും തന്നെ സഹായിക്കുവാൻ അവരുടെ സ്വാതന്ത്ര്യം അവരെ പ്രാപ്തരാക്കുന്നുണ്ടെന്നും അദ്ദേഹം തിരിച്ചറിയുന്ന ഒരു സമയം വരുമ്പോഴാണ് തനിക്ക് കാഴ്ചയില്ല എന്ന ഒരു സത്യം അദ്ദേഹം അറിയുന്നത്. ഇങ്ങനെയുള്ള കാഴ്ചയില്ലാത്ത അനേകം മനുഷ്യരെ യേശു സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സുഖപ്പെടുത്തൽ ഒരു അടയാളമാണ്. എന്താണ് അടയാളമെന്ന് ചോദിച്ചാൽ, ദൈവികമായ കാഴ്ചയോടുകൂടി ഈ ലോകത്ത് ജീവിക്കാത്ത മനുഷ്യർക്ക് ദൈവം നൽകിയ ഒരു അടയാളമാണ്. യേശുവിന് നമ്മളുടെ കണ്ണുകളെ തുറക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമ്മൾ കാണുന്ന നിരവധി സംഭവങ്ങളിൽ മനുഷ്യർ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എന്നാൽ ദൈവം കാണുന്ന കാഴ്ച വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. ഒരു പക്ഷേ ആദ്യകാലത്ത് ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണെന്നാണ്.
ഈ ലോകത്തിൽ ഭൂമി അവകാശമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് വളരെ വീരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ആക്രമണശേഷിയുള്ള വ്യക്തികൾക്കാണ് പ്രത്യേകിച്ച് യേശുവിൻ്റെ കാലത്ത് ഭൂമി കൈവശമാക്കുവാൻ സാധിക്കുമായിരുന്നത്. യുദ്ധങ്ങൾ ചെയ്യുന്നവർക്കാണ് ഭൂമി ലഭിക്കുക, ക്രൂരന്മാർക്കാണ് ഭൂമി ലഭിക്കുക. ഭൂമി അവകാശമായി അവർ നേടുകയും മറ്റുള്ളവർക്ക് അടിമകളാക്കി നിർത്തിക്കൊണ്ട് ഭൂമി കൊടുക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ഇങ്ങനെ ഒരു കാഴ്ചയാണ് ആൾക്കാർക്കുണ്ടായിരുന്നത്. എന്നാൽ യേശു വന്നിട്ട് അവരോട് തൻ്റെ കാഴ്ചയെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. യേശുവിൻ്റെ കാഴ്ച സ്വർഗത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. യേശുവിൻ്റെ പ്രകാശം സ്വർഗത്തിൽ നിന്നുള്ള പ്രകാശമാണ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പോലെയല്ല, ആത്മാവിൽ ദരിദ്രരായവരാണ് ഭാഗ്യവാന്മാർ. ദാരിദ്ര്യം, ഈ ഭൂമിയിലെ ദാരിദ്ര്യത്തിന്, കഷ്ടതകൾക്ക് വലിയ അർത്ഥതലങ്ങളുണ്ട്. ഇത് ശാപത്തേക്കാൾക്കുപരി നിങ്ങൾക്ക് അനുഗ്രഹ കാരണമായി തീരാറുണ്ട്. നമ്മൾ കാണുന്ന ധനവാന്റെയും ലാസറിൻ്റെയും കഥയിൽ വളരെ ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന, വേദനയിൽ കഴിഞ്ഞിരുന്ന ലാസറിൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ അവനെ സ്വർഗത്ത് കൊണ്ടുപോകുവാൻ കാരണമായി എന്ന് അവിടെ തന്നെ അബ്രഹാം പറയുന്ന മറുപടിയിൽ നമ്മൾ കാണുന്നുണ്ട്. ധനികനോട് പറഞ്ഞു, നിനക്ക് ഭൂമിയിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു, ഇതൊന്നും ലഭിക്കാതിരുന്ന ലാസറിൻ്റെ ആത്മീയതയെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായ വിശദീകരണങ്ങൾ ഇല്ലെങ്കിലും ഈ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. ഈ ലാസറിന് ഇതൊന്നും ഒരു സമാശ്വാസവും ഭൂമിയിൽ കിട്ടിയിരുന്നില്ല. യേശു കഥയിലൂടെയൊക്കെ വേദനിക്കുന്ന മനുഷ്യരോടൊരു കാര്യം സംസാരിക്കുകയാണ്. എന്താണ്? വേദനകള്, ദുഃഖങ്ങള്, ദുരിതങ്ങള്, ദുരന്തങ്ങള് ഇതൊന്നും തന്നെ നമ്മളുടെ ജീവിതത്തിൽ ലോകം കാണുന്നത് പോലെ നമ്മൾ കാണേണ്ട കാര്യമല്ല. ഈ കാഴ്ചയ്ക്ക് അപ്പുറമായ ഒരു കാഴ്ചയുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളുടെ കണ്ണുകളുടെ കാഴ്ച വളരെ പരിമിതമാണ്. നമ്മളുടെ കണ്ണുകൾ പലപ്പോഴും നമ്മളെ വഞ്ചിക്കുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന ആകാശമെന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. ഈ പ്രപഞ്ചം അവസാനിക്കുന്ന ഒരിടം, അങ്ങനെ ഈ ഭൂമിക്ക് ഒരറ്റം അങ്ങനെ ഒന്നില്ല. അതിൻ്റെ പേര് ആകാശമെന്നിട്ട് നമ്മൾ വിളിച്ചു. എന്നാൽ നമ്മളുടെ കണ്ണിൻ്റെ പരിമിതിയാണ് ആകാശമെന്ന അറ്റം. ഇതുപോലെ നമ്മളുടെ കാഴ്ചയുള്ള കണ്ണുകൾക്ക് പോലും പരിമിതികളുള്ളൊരു ലോകത്താണ്. ദൈവം സൃഷ്ടിച്ച സൂക്ഷ്മ ജീവികളെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം നമ്മളുടെ കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്. ഈ ലോകത്തിൻ്റെ പ്രകാശത്തിന് നമുക്ക് കാട്ടിത്തരുവാൻ സാധിക്കുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ കർത്താവ് നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ കണ്ണിന് കാണാൻ കഴിയുന്ന ഈ ആകാശത്തിനും അപ്പുറം വേറൊരു ലോകമുണ്ട്. ഇത് യേശുവിൻ്റെ കാഴ്ചയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായി തോന്നുന്നതായി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നതായി കാണുന്ന യാതൊന്നും നിങ്ങളെ യഥാർത്ഥത്തിൽ പൂർണ്ണമായി നശിപ്പിക്കുവാനായി ശേഷിയുള്ളതല്ല. അന്ന് ഈ ലോകത്ത് സത്യത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കുവാനും മരിക്കുവാനും ആളുകൾ ഭയപ്പെട്ടിരുന്നു. എന്നാൽ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങളുടെ ശരീരം മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തെ വേദനിപ്പിക്കുന്നവരെ, കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ നരകത്തിലേക്ക് അയക്കാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടണം. നോക്കുക, മനുഷ്യരുടെ കാഴ്ച പോലെയല്ല യേശുവിൻ്റെ കാഴ്ച. മനുഷ്യർ കാണുന്നത് പോലെയല്ല യേശു കാണുന്നത്. കാരണം യേശുവിനെ കുറിച്ച് വചനം പറയുന്നത് ഇതാണ്, അവൻ ഉന്നതത്തിൽ നിന്ന് വരുന്നവനാണെന്നാണ്. അവൻ്റെ കാഴ്ച ഉന്നതമായ ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നവന് ഉന്നതമായ ഒരു കാഴ്ച കിട്ടും. അവൻ്റെ ജീവിതത്തിൽ അവൻ അന്ന് വരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ച അവന് ലഭിക്കുന്നതോടുകൂടി യേശുവിനെ അനുഗമിക്കുന്നവൻ സ്വതന്ത്രനാവുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാവുന്ന ഉൾക്കാഴ്ചകളുണ്ടല്ലോ. ഒരുപക്ഷെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, ചില വിദ്യാർത്ഥികൾക്ക് ഉൾക്കാഴ്ച കുറവായവർക്ക് അവരുടെ പഠനം വേദനാജനകമാണ്, അസ്വസ്ഥതയാണ്. പഠിക്കാൻ പറയുന്ന മാതാപിതാക്കൾ നമുക്കറിയാം, നമ്മൾ കടന്നു വന്ന സമയത്ത് അധ്യാപകർ ഇതെല്ലാം നമുക്ക് ശത്രുക്കളാണ്. എന്നാൽ ഈ കൂട്ടത്തിൽ ഉൾക്കാഴ്ചയുള്ള വിദ്യാർത്ഥികളുണ്ടല്ലോ. ഈ ഉൾക്കാഴ്ചയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ കഷ്ടതയ്ക്കപ്പുറം കടന്നു വരാനിരിക്കുന്ന ഒരു മഹത്വത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് അവർ അധ്യാപകരിലൂടെ, മാതാപിതാക്കളിലൂടെ കടന്നു വരുന്ന ഈ തിന്മയെ, അഥവാ തിന്മയെന്ന് അവർക്ക് തോന്നുന്ന ഈ ഒരു വേദനയെ അവർ സ്വീകരിക്കുകയാണ്. കാരണം ഈ വേദന ഞാൻ ഇപ്പോൾ ഏറ്റുവാങ്ങിയാൽ എനിക്കപ്പുറത്ത് മഹത്വമുണ്ടെന്ന് അവൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കാണാനാവുന്നത് കൊണ്ടാണ് അവന് വലിയ നേട്ടമുള്ളത്. നമുക്ക് കാണാം, യേശു ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ഈ ലോകത്തിലുള്ളവർ യേശുവിൻ്റെ ശക്തി കണ്ട് അവനെ ഈ ലോകത്തിലെ രാജാവാക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. എന്നാൽ യേശു കണ്ടത്
ഈ കുഞ്ഞു ലോകത്തിലെ ഒരു സാധാരണ കുഞ്ഞു സാമ്രാജ്യത്തിൻ്റെ രാജാവായിരിക്കുന്നതിനേക്കാൾ ഈ ലോകത്തിൽ ആദ്യം മുതൽ അന്നേ വരെ ഉണ്ടായിരുന്നവനും ഇനി ഉണ്ടാകാനിരിക്കുന്നവരുമായ സകല മനുഷ്യരുടെയും രാജാവായി, ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായി, കർത്താവായി താൻ വാഴുന്ന ഈ ഐഹികമല്ലാത്ത, ഈ ലോകത്തിലേതല്ലാത്ത ഒരു വലിയ രാജ്യത്തിൻ്റെ അധിപതിയാകുവാനാണ് തന്നെ പിതാവ് വിളിച്ചിരിക്കുന്നതെന്നും തന്നെ അതാണ് പിതാവ് ഭരമേൽപ്പിച്ചിരിക്കുന്നതെന്നുമെന്ന കാഴ്ച യേശുവിനെ ഈ ലോകത്തിലെ ചെറിയ കാര്യങ്ങളുടെ മുമ്പിൽ പതറിപ്പോകുന്നവനാകാതെ കാത്തു. ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം പറഞ്ഞത് നീ രാജാവാകണം, നീ ഞങ്ങളുടെ രാജാവാകണമെന്നാണ്. എന്നാൽ അവർ പറയുന്നതിനപ്പുറം ദൈവത്തിന്, പിതാവിന് എന്നോട് പറയാനുള്ളത് ഞാൻ കേൾക്കുകയാണെന്ന് യേശു പറയുമ്പോൾ, പിതാവ് പറയുന്നതല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് യേശു പറയുമ്പോൾ, യേശു നമ്മളോട് ആവശ്യപ്പെടുന്നത് യേശുവിനെ നമ്മൾ അനുഗമിക്കണം എന്നാണ്. അതായത് യേശു കണ്ടതുപോലെ നമ്മളുടെ ജീവിതത്തെ നമുക്ക് കാണുവാൻ സാധിക്കണം. ഇന്ന് നമ്മളുടെയൊക്കെ നാട്ടിൽ നമ്മളോട് ദൈവത്തിൻ്റെ പ്രവർത്തികൾ തന്നെ, അഥവാ ഈ പ്രപഞ്ചത്തിലെ സംഭവ വികാസങ്ങൾ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ ലോകത്തിൽ സമ്പാദിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് കരുതുന്നു, കാര്യങ്ങൾ കൂട്ടിവെക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് കരുതുന്നു. എന്നാൽ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? കർത്താവ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കരുത്. പ്രിയമുള്ളവരെ, ഇത് കർത്താവ് നമ്മളോട് പറയുമ്പോൾ സാധാരണ ഒരവസ്ഥയിൽ ഈ വചനം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാൽ ഇന്നത്തെ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് യേശു പറഞ്ഞ ഈ കാഴ്ച മനസ്സിലാകുന്നുണ്ട്. ഒരായുഷ്കാലം മുഴുവൻ നമ്മൾ എടുത്ത് ഈ ഭൂമിയിലാണ് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ ആ സമ്പാദ്യം നിമിഷ നേരം കൊണ്ട് ഒരു പ്രപഞ്ചശക്തിക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഈശോ പ്രപഞ്ചശക്തികളെ വേറൊരു സ്ഥലത്താണ് പറയുന്നത്. ഇവിടെ കർത്താവ് കള്ളന്മാർ, തുരുമ്പെന്നൊക്കെ പറയുന്നു. മറ്റൊരു സ്ഥലത്ത് കർത്താവ് പറയാണ്, നിങ്ങൾ വീട് പണിയുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വചനത്തിൽ പണിയണം. നിങ്ങളുടെ കുടുംബം നിങ്ങൾ കെട്ടിപ്പൊക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വചനത്തിൽ കെട്ടിപ്പൊക്കണം. പ്രിയമുള്ളവർ, ഇത് യേശു ക്രിസ്തു പറഞ്ഞ വാക്യമാണ്. കർത്താവ് നമ്മളുടെ ലോക ജീവിതത്തിൽ മനുഷ്യരൊക്കെ പറഞ്ഞു തന്നത്, നിങ്ങൾ വീട് പണിയുന്നെങ്കിൽ അടിപൊളിയായിട്ട് നല്ലൊരു വലിയ രമ്യഹർമ്മം ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കർത്താവ് പറയും, വീട് പണിയുന്നവരെ ശ്രദ്ധിക്കുക, നിങ്ങൾ വചനത്തിൽ വീട് പണിയാൻ ശ്രമിക്കണം. നിങ്ങൾ വചനം കൊണ്ടാണ് വീട് പണിയേണ്ടത്. അപ്പോൾ കാറ്റുണ്ടാകും, വെള്ളപ്പൊക്കം വരും, പക്ഷേ നിങ്ങളുടെ ഭവനത്തിന് ഒന്നും സംഭവിക്കുകയില്ല. കാരണം നിങ്ങളുടെ ഭവനം ഐഹികമല്ല. നിങ്ങളുടെ ഈ വീട്ടിൽ നിങ്ങൾക്കൊരു കൂടാരം ഉണ്ടായിരിക്കാം. ആ കൂടാരം ആര് കൊണ്ടുപോയാലും നിങ്ങളെ അതൊന്നിനും തകർത്തിക്കളയുകയില്ല, അഥവാ ഒന്നിനും നിങ്ങളെ തളർത്തുവാനാവുകയില്ല. ഈശോ മുൻപ് പറഞ്ഞതാണ്. ഒരുപക്ഷെ സുഖസൗകര്യങ്ങളുടെ നടുവിൽ പ്രതിസന്ധികൾ ഇല്ലാത്തൊരു ലോകത്ത് ജീവിച്ചപ്പോൾ ഈ വചനങ്ങൾ നമുക്ക് അപ്രസക്തമായി തോന്നി. എന്നാലൊന്ന് ആലോചിച്ച് നോക്കുക, ആരെങ്കിലും ഈ വചനം ഹൃദയത്തിൽ പണ്ടു തൊട്ടേ ഉണ്ടെങ്കിൽ ഇന്ന് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവർ അതേ പറയുകയുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ പറഞ്ഞു കേട്ടുള്ള ഓർമ്മയാണ്, എൻ്റെ അമ്മയുടെ അച്ഛൻ വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശീലം ദൈവ തിരുമനസ് നിറവേറട്ടെ എന്ന് പറയുന്നതായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അമ്മയും അമ്മയുടെ അച്ഛനും താമസിച്ചിരുന്ന, അവരുടെ കുടുംബം താമസിച്ചിരുന്ന ദേശം ഒരിക്കൽ അവരുടെ ഭവനം മൊത്തം ഒരു വലിയ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന് വേണ്ടി വിട്ടൊഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ടായിട്ടുണ്ട്. അന്ന് എൻ്റെ അപ്പാപ്പൻ, അദ്ദേഹം മമ്മിയുടെ അപ്പച്ചൻ, അദ്ദേഹം ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ദേവാലയത്തിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന ഈ അപ്പച്ചൻ വീട്ടിൽ വന്നിട്ട് ഈ വാർത്ത അറിഞ്ഞപ്പോൾ പറഞ്ഞത്, എപ്പോഴും പറയാറുള്ള കാര്യമാണ്, അപ്പോഴും ചഞ്ചലതയില്ലാതെ പറഞ്ഞൊരു കാര്യം, ദേശം വിട്ടു പോകേണ്ട ഒരവസ്ഥയെക്കുറിച്ച്, ഒരു പ്രായത്തിൽ വിട്ടുപോകേണ്ട മക്കളുമായി അവിടെ നിന്ന് മാറിപ്പോകേണ്ട അവസ്ഥയെക്കുറിച്ച് അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മമ്മി പറയുന്നു, ദൈവ തിരുമനസ് നിറവേറട്ടെ. മറ്റൊരിക്കൽ ഈ അപ്പച്ചനെ കുറിച്ച് പറയുന്നു, 50 വർഷം മുമ്പോളം നടന്നൊരു കാലമാണ്. അപ്പച്ചനും എൻ്റെ മമ്മിയുടെ ഒരു മുതിർന്ന സഹോദരൻ ബോംബെയിൽ താമസമായിരുന്നു. അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി അപ്പച്ചൻ്റെ വൈഫ്, മമ്മിയുടെ അമ്മയും അപ്പനും മമ്മിയും കൂടെ ബോംബെയിൽ പോയ സമയത്ത് ഈ അമ്മാവൻ അവരെ സ്വീകരിച്ചു. അതിനുശേഷം നാട്ടിലേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന ഒരു സമയത്ത് ഏതോ ഒരു വലിയ യാത്രയ്ക്ക് തീവണ്ടി സ്റ്റേഷനിൽ അവർ പോകുന്നു. ഭാഷ അറിഞ്ഞുകൂടാത്ത സ്ഥലമാണ്. ബോംബെയിലെ അസാധാരണമായ ആൾത്തിരക്കുള്ള സ്ഥലമാണ്. 50 വർഷം മുമ്പാണ്. യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാത്തൊരു സമയമാണ്. അന്ന് ഈ അപ്പച്ചനും അമ്മച്ചിയും റെയിൽവേ സ്റ്റേഷനിൽ മമ്മിയോടൊപ്പം അങ്കിളും ഒരുമിച്ച് ട്രെയിനിൽ കയറുമ്പോൾ അമ്മയുടെ അമ്മ, അതായത് ഈ അപ്പച്ചനും മമ്മിയും ഈ അമ്മാവനും മാത്രം ട്രെയിനിനകത്തേക്ക് കയറി. ഈ തള്ളലിൽ തിരക്കിൽ അമ്മാമ്മയ്ക്ക് കയറാൻ പറ്റിയില്ല. അമ്മാമ്മ പുറത്തായിപ്പോയി, ട്രെയിൻ വിട്ടുപോയി.
അതിനുശേഷം പിന്നെ അനേകം എത്രയോ സമയം കഴിഞ്ഞുള്ള ഒരു സ്റ്റേഷനിലാണ് അത്ര ആ ട്രെയിൻ നിർത്തുക. അപ്പോൾ ആകെ വെപ്രാളമായി പരിഭ്രമമായി മമ്മിയൊക്കെ കരയാൻ തുടങ്ങുന്ന സമയത്ത് ഈ മമ്മിയുടെ അപ്പച്ചൻ പറഞ്ഞു, ദൈവ തിരുമനസ് നിറവേറട്ടെ. കാരണം ഈ വ്യക്തിയെ തിരിച്ചു കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല. ഈ ട്രെയിൻ അടുത്ത സ്ഥലത്ത് നിർത്തി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അമ്മാവൻ ഇറങ്ങി അവരെ രണ്ടുപേരെയും ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അടുത്ത ട്രെയിൻ കയറി ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ എന്തായാലും അമ്മാമ്മയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നതിനാൽ എവിടെ കയറിയിട്ട് കയറാൻ പറ്റാതെ നിന്നോ ആ സ്ഥലത്ത് തന്നെ പുറകോട്ട് മാറി അനങ്ങാതെ നിന്നു മകൻ വരുന്നത് വരെ കിട്ടി. എങ്കിലും അന്നത്തെ കാലത്ത്, ഇപ്പോഴതൊരു പരിഭ്രമമല്ല, പക്ഷെ അന്നത്തെ കാലത്ത് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതിരുന്ന മനുഷ്യരുടെ കാലത്ത്, ഭാഷ അറിയാത്തൊരു ദേശത്ത്, ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത്, ഇത്തരമൊരു അത്യാഹിതത്തിൽ തകർന്നു പോവുകയും വേദനിക്കുകയും കരയുകയും ചെയ്യേണ്ട സ്ഥലത്ത് ഇതുപോലുള്ള നിരവധി സന്ദർഭങ്ങളിൽ ഈ മനുഷ്യൻ, ഈ അപ്പാപ്പൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്യം ഞാൻ കേൾക്കുകയാണ്, ദൈവ തിരുമനസ് നിറവേറട്ടെ. വീട് വിട്ടോടേണ്ടി വരുമ്പോൾ, വേറൊന്നും ഇല്ലാതെ വരുന്നൊരു സാഹചര്യത്തിലും വീണ്ടും ഒരു പ്രവാസിയെ പോലെ കഴിയേണ്ടി വരുമ്പോൾ, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനേകം കഥകൾ കേട്ട് വളർന്ന അത്തരം പൂർവ്വ പിതാക്കന്മാരുടെ കുടുംബത്തിൽ പിറന്നവരാണ് നമ്മൾ. കേരളത്തിൽ ദൈവമക്കളായിരിക്കുന്ന സകലർക്കും ഇത്തരത്തിലുള്ള വലിയ വിശ്വാസമുള്ള വലിയ കാരണവന്മാരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇത് പറഞ്ഞിട്ടുള്ളവരെ അറിയാം. കുടിയേറി പാർക്കുന്ന സ്ഥലങ്ങളിൽ കല്ലിനോടും മണ്ണിനോടും അതുപോലെ കാട്ടുമൃഗങ്ങളോടും ഒക്കെ വളരെയധികം മല്ലടിച്ച് വളർന്ന പൂർവികരുടെ വിശ്വാസ പാരമ്പര്യമുള്ളവരാണ് നമ്മൾ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അറിയേണ്ടത്, നമ്മുടെ കർത്താവിൻ്റെ ഹിതം അവിടുത്തെ പ്രകാശത്തിൽ കാണുവാൻ നമുക്ക് പറ്റണമെന്നുള്ള സത്യമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അന്ധകാരത്തിലാകത്തില്ല. എന്നെ ഇരുട്ട് മൂടുന്നു എന്ന് നമ്മൾ പറയില്ല, അവിടെയും പ്രകാശമുണ്ട്. കാരണം ഇതിനും അപ്പുറത്തേക്ക് എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. ഇതിനും അപ്പുറത്തേക്ക് എൻ്റെ പിതാവ് ആശീർവദിച്ചിട്ടല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ യേശുവിനെ അനുഗമിക്കുന്നവരാണ്. കർത്താവിൻ്റെ മക്കള് ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്ത് ദൈവത്തിൻ്റെ മക്കള് കടന്നുപോയ സഹനങ്ങൾ നിരവധിയാണ്. പ്രിയമുള്ളവരെ, റോമാ സാമ്രാജ്യത്തിൻ്റെ പീഡന കാലയളവിൽ ഒരു വിശ്വാസിയുടെ കുടുംബത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയ, അവൻ തിരിച്ചു വരുമോ എന്നറിയാത്ത, അവനെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ ക്രിസ്ത്യാനികൾ കടന്നു പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വചനം പ്രഘോഷിക്കുവാൻ വേണ്ടി ലോകം മുഴുവൻ മക്കളായ മക്കൾ, ചെറുപ്പക്കാരായവർ, അന്തോനിസ് പുണ്യവാളനൊക്കെ ഓരോ സ്ഥലത്ത് കടന്നു പോകുമ്പോൾ അദ്ദേഹമൊക്കെ ചെറുപ്പമാണ്. പ്രിയമുള്ളവരെ, ചെറുപ്പമായ മക്കൾ വീടും കൂടും ഉപേക്ഷിച്ച് ദേശാന്തരങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയുന്ന കുറച്ച് വിശുദ്ധരുടെ കഥകൾ നമുക്കറിയാം. നമുക്ക് അറിഞ്ഞുകൂടാത്ത മിഷണറിമാരുണ്ട്. പാവപ്പെട്ടവരുടെ, നരഭോജികളുടെ, മൃഗങ്ങൾ വസിക്കുന്ന ദേശങ്ങളിലൊക്കെ കടന്നു ചെന്ന് സ്വന്തം ജീവൻ അർപ്പിച്ച് സുവിശേഷത്തിന് വേണ്ടി മരിച്ചു വീണ മക്കളുണ്ട്. വേദനകളും വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ പ്രകൃതിയും മഹാമാരിയും തകർത്ത് കളഞ്ഞ ജീവിതങ്ങളുണ്ട്. കർത്താവിൻ്റെ കാഴ്ചയോടുകൂടി മുന്നോട്ട് പോയവരാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്കൊരു കാഴ്ചയുണ്ടാകണം. ലോകത്തിലെ മനുഷ്യർ പറയുന്ന കാഴ്ചയല്ല. നമ്മൾ തീർന്നു പോയിട്ടില്ല, നമ്മൾ ഉയരും. കർത്താവിന് ഇതിനും അപ്പുറത്തേക്ക് എന്തോ കാണുവാൻ കഴിയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായില്ലെങ്കിലും അത് കാണും ഞാൻ. എൻ്റെ ശരീരത്തിലെ ഒരു രോമം താഴെ വീണാൽ അത് ഞാൻ എണ്ണുമെന്ന് പറഞ്ഞ ഈ പക്ഷികളെക്കാൾ, ഈ വയലിലെ ഈ ചെടികളെക്കാളൊക്കെ നിങ്ങൾക്ക് വിലയുണ്ടെന്ന് പറഞ്ഞ ക്രിസ്തു, അവൻ എൻ്റെ നായകനായിരിക്കുന്ന കാലത്തോളം ഈ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും, എനിക്ക് ചുറ്റുമുള്ള സകലത്തിനും എന്ത് സംഭവിച്ചാലും ഞാൻ പരിഭ്രമിക്കുകയില്ല എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ കാഴ്ച കൊണ്ട് നമ്മൾ നിറയട്ടെ. കർത്താവിനെ അനുഗമിക്കുന്നവരായി നമുക്ക് മാറാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ അനുഗമിക്കുന്നതിലൂടെയുള്ള വലിയ മുഖപ്രകാശം ഞങ്ങൾക്ക് നൽകണമേ. പരിഭ്രമിക്കാതെ ക്രിസ്തുവിനെ പോലെ ഈ പ്രപഞ്ചത്തിൽ അത്ഭുതകരമായ എന്ത് പ്രതിഭാസങ്ങളുടെ മുൻപിലും പിടിച്ചു നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ലോകത്തിൻ്റെ അധിപതിയായ ക്രിസ്തുവിൻ്റെ ദാസരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾ ഈ ലോകത്തിൽ ഓടി നടക്കട്ടെ. എല്ലാം കൈകാര്യം ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.